അയ്യോ ചായയോ ഞാൻ കുടിക്കില്ലല്ലോ, ഭയങ്കര ഡയറ്റ് കൺട്രോളിലാണ് ഞാനെന്ന് പറയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റോഡ് സൈഡിൽ ഇതുപോലെ നല്ലൊരു കിടിലൻ ചായ ഉണ്ട് കഴിഞ്ഞാൽ ആരാ കുടിക്കാത്ത? എനിക്ക് പക്ഷേ ഡയറ്റ് കൺട്രോളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ചായ ഉണ്ട് കഴിഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ലെന്നാണ് പറയുന്നത്. ഡയറ്റ് എന്ത് കൺട്രോളും, ഒരു കൺട്രോളും ഇല്ല. ഓക്സ്ഫോർഡ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു തന്തൂരി ചായ ദേ കനലിൽ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു കപ്പിനകത്ത് എടുക്കുന്ന ചുട്ടെടുത്ത ചായ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിന് ഇവർ തന്തൂരി ചായ, പിന്നെ ഇവിടെ ബിരിയാണി ചായ ഉണ്ട്, പിന്നെ ഇവിടെ എന്തൊക്കെയോ ചായ ഉണ്ട് കേട്ടോ. ഈ ചായ ഒന്നും എനിക്ക് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ കുറേ സാധനങ്ങൾ ഈ ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിലിട്ട് വെച്ചതിനെല്ലാം കൂടെ തട്ടിക്കൂട്ടി പൊടിയാക്കി ഇവരതിനെ കൊണ്ടുപോയിട്ട് ചായയുടെ ഉള്ളിലിടും. അതായത് പാല് തിളയ്ക്കുമ്പോൾ ഇടും. ഇതിന് ചായപ്പൊടിയൊക്കെ ചേർത്ത് വേറെ എന്തൊക്കെയോ ചേർത്തിട്ട് എന്തൊക്കെയോ ഓം ഗ്രീൻ കുട്ടിച്ചാത്തന്നൊക്കെ പറഞ്ഞ് ആ കനലിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സംഭവം ഈ മസാല ചേർത്ത ചായ എന്ത് ചെയ്യുന്നറിയോ, പുള്ളി എന്തോ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ചായപ്പൊടിയാണെന്ന് തോന്നുന്നു. അതന്നെ, ഡയറ്റൊക്കെ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം. ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഓ ഡയറ്റൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഓടി ഒന്ന് കുടിക്കാൻ തോന്നും. ചായപ്രിയരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇതിനെ ഒന്ന് വാങ്ങിച്ചു. ബൊമ്മനഹള്ളി ഓക്സ്ഫോർഡ് കോളേജിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു കുഞ്ഞിക്കടയിൽ കിട്ടുന്ന ഈ ഒരു ചായയുടെ മണം ഈ പരിസരത്ത് ഏത് ഭാഗത്തൂടെ പോയാലും വരും. അപ്പോൾ കനലിൽ ചുട്ടെടുത്തിട്ടുള്ള ആ സംഭവത്തിനെ വീണ്ടും പുള്ളിക്കാരെന്താ ഗ്യാസിലിട്ട് ചുട്ടെടുത്ത് ഏതാണ്ടൊക്കെ ഒരു പരുവത്തിലാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സംഭവം നല്ല ചൂടാണ്. ഇപ്പം തൊട്ട കൈപൊള്ളും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പോയി തൊടൊന്നും വേണ്ട, ആളെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ ഇങ്ങനെ കനലിൽ ചുട്ടതിന് ശേഷം എന്ത് ചെയ്തെന്നറിയോ, അവിടെ നിന്ന് എടുത്തിട്ട് ദേ ഈ കാണുന്നുണ്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലത്തെ എന്തോ ഒരു സംഭവത്തിന് തുറന്നു വെച്ച പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഈ കനലിൽ ചുട്ടെടുത്ത ചമ്മന്തി ഇരുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്, ചുട്ടെടുത്ത പോട്ട്. എന്നിട്ട് ഈ പോട്ടിനെ കൊണ്ടുവന്ന് അതിനകത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കട്ടെ. ഇതിനിയും ചൂടായിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിനെ ചൂടാക്കി പുള്ളി ഇത് പൊട്ടിക്കുമോ അറിയില്ല. എന്തായാലും നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ കുറച്ച് നേരം ഇതിങ്ങനെ കാണാൻ നല്ല രസമായിട്ടോ, തീയുടെ ഇടയ്ക്ക്. അതിനുശേഷം എന്താണെന്ന് പറയുക, നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലത്തെ പാത്രത്തിനകത്ത് അരിപ്പ വെച്ചിട്ട് ഈ ചായ അരിച്ചെടുക്കണം. ഓ അങ്ങനെയാണ് പരിപാടി, അങ്ങനെയാണ്. ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചതിന് ശേഷം കണ്ടില്ലേ, ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചായ എന്ത് ചെയ്യുമെന്നുള്ളത്, ഈ കനലിൽ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോട്ടിനെ എടുത്തിട്ട് ആ ചായ കോരിയെടുക്കണം. അതായത് ഈ ചായ ഇപ്പം അതിനുള്ളിൽ കിടന്ന് തിളച്ച് മറിയാണ്. അത് കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഇപ്പം മണം പക്ഷേ വേറെ ലെവലാട്ടോ. നേരത്തെ കാണിച്ചില്ലേ, ആ ബോട്ടിലുള്ള എന്തൊക്കെയോ സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിൽ എന്ത് ഡയറ്റ്, ഒരു 10 ചായ കുടിക്കും, അതുമാതിരി ടേസ്റ്റാണ്. സംഭവം പൊള്ളിയാണ്, അടിപൊളി ചായ. മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞ് പോകും. എന്തായാലും മസ്റ്റ് ട്രൈ എന്നല്ല, വീണ്ടും നാളെ ഒന്ന് കുടിക്കാട്ടോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട അവസ്ഥയാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീട്ടിൽ ഗ്യാസിൻ്റെ വില വെച്ചിട്ട് ഇതിനെ വെച്ച് ഇങ്ങനെ കത്തിച്ച് കരിച്ച് കളയാനുള്ള സമയവും ഒരു ക്ഷമയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്ന് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ ആ ചായ എന്ത് ചെയ്യുന്നറിയോ, പുള്ളി വേറൊരു മണ്ണിൻ്റെ ഗ്ലാസ്സിലോട്ടാണ് ഇത് ഒഴിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ആ കനലിൽ ചുട്ടിട്ട് പിന്നെ ഈ കനലിൽ ചുട്ടിട്ട് പിന്നെ അതിനെ ഇങ്ങനെ കോരി ഒഴിച്ച് കുറേ മസാലയും ചേർത്തിട്ടുള്ള ഈ ഒരു ചായയുടെ പേരാണ് തന്തൂരി ചായ. തന്തൂരി ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പോൾ ഡയറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഓടിപ്പാഞ്ഞ് ബൊമ്മനഹള്ളി വഴിക്ക് പോകുന്ന ഓക്സ്ഫോർഡിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ മറക്കരുത് കേട്ടോ.